Good morning to all once again. Welcome back to One Drive. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ടൊയോട്ട ഫോർച്യൂണർ ആണ്, നമ്മുടെ ബ്ലാക്ക് പാന്തർ. ഇപ്പോൾ റീസെൻ്റ്ലിയാണ് നമ്മൾ 70,000 സർവീസ് ചെയ്ത് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു സർവീസ് കോസ്റ്റും ടോട്ടലായിട്ട് വേറെ എന്തെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഒരു 40,000 സർവീസ് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു യൂസർ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ മേളിലുള്ള ഐക്കൺ പ്രസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഡയറക്റ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. ആ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സർവീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിലുള്ള അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ. ഇതിൽ 40 കഴിഞ്ഞിട്ടുള്ള സർവീസ് മാത്രമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. ടൊയോട്ട ഫോർച്യൂണർ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വൺ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരു ചെറിയ ഫാമിലിയാണ്. ആ ഫാമിലിയിൽ ഒരു മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എൻ്റെ പേര് പ്രവീൺ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർച്യൂണർ ബ്ലാക്ക് പാന്തർ എന്ന് ഞാൻ ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന ഞങ്ങളുടെ ഫോർച്യൂണറാണ്. 70,000 കിലോമീറ്റർ ഇപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസും നമ്മളിതിൽ ചെയ്തിരിക്കുന്ന കുറച്ച് വർക്കുകളും മെയിൻ്റനൻസ് കോസ്റ്റ് എങ്ങനെ വരും എന്നുള്ളതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോൺ ഒന്ന് എടുത്ത് നോക്കേണ്ടതായിട്ട് വരും. 2021 ഫെബ്രുവരി ലാസ്റ്റിലാണ് നമ്മൾ ഈ ഒരു വാഹനം മേടിക്കുന്നത്. ബുക്ക് ചെയ്യുന്നത് ഡിസംബറിലാണ്, കിട്ടുന്നത് ഫെബ്രുവരി ലാസ്റ്റിലാണ് കേട്ടോ. 2021 ഫെബ്രുവരി. ഫോർച്യൂണറിൻ്റെ 4 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ 4 കൂടിയിട്ടുള്ള. ഇതിൻ്റെ 4 വീൽ ഡ്രൈവ് ആ സിസ്റ്റത്തിന് ടൊയോട്ട കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് സിഗ്മ എന്നുള്ളത്. ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ടൊയോട്ട ഫോർച്യൂണർ. ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് എന്നുള്ള കളറാണ് നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കളർ ഓപ്ഷൻസ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. 7 കളർ ഓപ്ഷനാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ സെലക്ട് ചെയ്തത് ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കളർ ഓപ്ഷനാണ് കേട്ടോ. പിന്നെ മറ്റൊരു ബ്ലാക്ക് നമുക്ക് വരുന്നുണ്ടായിരുന്നു, പക്ഷേ അതൊരു ബ്ലൂ ഷെയ്ഡ് കയറി വരുന്ന ബ്ലാക്ക് ആയിരുന്നു. അത് കാരണം അത് വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 8 മുതൽ 13 ആഴ്ച വരെയാണ് ഇതിൻ്റെ ഒരു ഡെലിവറി ടൈം എടുക്കുന്നത്. റെഡി സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വണ്ടി പെട്ടെന്ന് കിട്ടും. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഞാൻ പറഞ്ഞിരുന്നു. ഇത് ടോർക്ക് കൺവെർട്ടർ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. എക്സ്റ്റീരിയർ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ ഡിസൈനിങ്ങിനെ പറ്റി പറയണം. ഭയങ്കര രസമാണ്. ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് നമുക്ക് ഈ വാഹനത്തിന് കാണാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റോഡിലൂടെ ഓടി ചെല്ലുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ടയർ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തത് കാരണം ഭയങ്കര രസമാണ് ഇപ്പോൾ കാണാനായിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എക്സ്റ്റീരിയർ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഹെഡ്ലൈറ്റിൽ DRL മാത്രം വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഈ ഒരു DRL മാത്രമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് പകൽ സമയത്താണ് ആ ഒരു DRL നമുക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. നൈറ്റിൽ നമുക്ക് ഈ ഒരു DRL ഓഫായിരിക്കും. കാരണം ഹെഡ്ലൈറ്റ് ഇവിടെ വരുന്ന കാരണം ഈ ഒരു DRL ഓഫായിരിക്കും. താഴെയുള്ള ഈ ഒരു DRL ആണ്. ഇത് നമുക്ക് ഡ്യുവൽ പർപ്പസ് ആണ്. ഇതിൽ തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്ററും വരുന്നത്. ഇതിൻ്റെ ടോട്ടൽ എക്സ്റ്റീരിയർ ഒക്കെ ഭയങ്കര ഒരു രസം തന്നെയാണ് കാണാനായിട്ട്. ഭയങ്കര ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. എക്സ്റ്റീരിയറിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിനെ പറ്റി നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇതിന് ഷാർപ്പായിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് വന്നിട്ടുള്ളത്. എയറോഡൈനാമിക്സിനൊക്കെ വളരെയധികം സ്വാധീനിക്കുന്നത് പോലെയുള്ള ഒരു ഡിസൈനിങ് എലമെൻറ്റാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സൈഡിലോ കാര്യങ്ങളിലോ ഒന്നും കട്ട്സോ കാര്യങ്ങളോ ഒന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. 1-2 ചെറിയ ലൈൻ ഉണ്ട്, പക്ഷെ അത് അത്രയ്ക്ക് വിസിബിളും അല്ല. പ്ലെയിൻ തന്നെയാണ് വാഹനം. ഇലക്ട്രിക് ഓട്ടോമാറ്റിക് ഫുഡ് സ്റ്റെപ്പാണ് വെച്ചിരിക്കുന്നത്. ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫുഡ് സ്റ്റെപ്പ് ഓപ്പൺ ആവും. ഈ ഒരു സെറ്റപ്പാണ് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ വെച്ചത് ഫസ്റ്റ് സർവീസ്, അതൊരു 1000 സർവീസിൽ തന്നെ നമ്മളിതെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം റിലയബിൾ ആണ്, അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. മോട്ടറാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വാഹനം ഇപ്പോൾ ഏകദേശം ഡെലിവറി എടുത്തിട്ട് ഏകദേശം 4 വർഷത്തോളമായി. എന്നിട്ട് ഇതുവരെ ഒരു പ്രശ്നവും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. പെയിൻറ്റ് ക്വാളിറ്റി അത്ര ഒരു ക്വാളിറ്റി അല്ല കമ്പനി പെയിൻറ്റ് വരുന്നത്. ചില ഭാഗങ്ങളിൽ ചെറിയ കുത്തു പോലെയുള്ള വണ്ടി ഡെലിവറി എടുക്കുന്ന സമയത്ത് അത് കമ്പനി പെയിൻറ്റ് അങ്ങനെയാണ് വരുന്നത്. വൈറ്റാണ് ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വൈറ്റാണ് മേടിക്കുന്നത്. വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻ സൂപ്പറാണ്. പിന്നെ ഫുൾ ബ്ലാക്കും നല്ലൊരു ഭംഗിയാണ് പ്രത്യേകം കാണാനായിട്ട് കേട്ടോ. നമ്മൾ ഈ ഡോർ ഹാൻഡിലൊക്കെ നമ്മൾ ബ്ലാക്ക് ചെയ്തെടുത്താണ്. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഈ മെറ്റൽസ് ഒക്കെ വന്നിരിക്കുന്നത്. ചില ഭാഗങ്ങൾ ഞാൻ ഓൾറെഡി 40,000 യൂസർ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ നന്നായിട്ട് ഇളകുന്നുണ്ട്. അതിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ഒഴിച്ചാൽ വേറെ എക്സ്റ്റീരിയറിൽ നമുക്ക് യാതൊരുവിധ ബിൽഡ് ക്വാളിറ്റിയുടെ ഭാഗമായിട്ടൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. 2021 ഫോർച്യൂണർ ലോഞ്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ വന്നിരിക്കുന്ന ചെറിയ മാറ്റങ്ങളിൽ വന്നുള്ളൊരു ഡിസൈനിങ് ചേഞ്ചാണത്. അത് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമല്ല. അങ്ങനെ ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ട് എന്ന് മാത്രം. നമുക്ക് ഈ ഒരു വാഹനത്തിൽ പാനോറാമിക് സൺറൂഫ് വരുന്നില്ല. അപ്പോൾ അത് ഒരു കുറവായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. ആ ഒരു സാധനത്തിനെ പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ഈ ഒരു വാഹനം മേടിച്ചത്. നമുക്ക് ഒരുപാട് യാത്ര ചെയ്യണം.
അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയും വഴിയിൽ കിടത്തരുത് എന്നുള്ളൊരൊറ്റ ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം നമ്മൾ ടൊയോട്ട എടുത്തത്. പിന്നെ വാല്യൂ ഫോർ മണി ആണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ ലാസ്റ്റിൽ പറയാം കേട്ടോ. ഇപ്പോഴും ലാസ്റ്റിലേക്ക് മാറ്റിയൊക്കെയാണ്, ലാസ്റ്റ് പറയാം. എല്ലാവരും എന്നോട് ചോദിക്കാറുള്ളൊരു കാര്യമുണ്ട്, ലൈറ്റ്സിൻ്റെ കാര്യം. ഒരു ബൈ LED പ്രൊജക്ടർ ഹെഡ് ലൈറ്റ് സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. നല്ല പെർഫോമൻസ് ആണ്, നൈറ്റിൽ നല്ല വിഷൻ ഉണ്ട്, വയലു യാതൊരു ഇഷ്യൂസ് ഒന്നുമില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് ലൈറ്റ് ചെയ്യാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല. പിന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പ്രശ്നമുണ്ട്. അത്യാവശ്യം നല്ല ത്രോ ആണ്. ഫോഗ് ലാമ്പ് ആണെങ്കിലും നമുക്ക് LED ആണ്, LED സെറ്റപ്പാണ് വരുന്നത്, വൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്. അതിൻ്റെ വിസിബിലിറ്റിയും നല്ല ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട്. റോഡൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു LED ടൈൽ ലൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ ഒക്കെ LED തന്നെയാണ് വരുന്നത്. വളരെ വലിയ ടേൺ ഇൻഡിക്കേറ്റർ കേട്ടോ. അത് നമുക്ക് ലെജൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിലേക്ക് പോകുമ്പോൾ സീക്വൻസൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ഫോർച്യൂണറിൽ തന്നെ GR സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ വരുന്നുണ്ട്. ഫോർച്യൂണറിൽ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. അതിൽ വരുമ്പോൾ നമുക്ക് സീക്വൻസൽ ടേൺ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫോഗ് ലാമ്പ് ഉണ്ട് റിയറിൽ. നമ്മൾ രാത്രി വണ്ടി റിവേഴ്സ് എടുക്കുമ്പോഴൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അതിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് ശരിക്കും കണ്ടറിഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. ഇപ്പോൾ ഇത് ശരിക്കും നമുക്ക് റോഡിലും ഹൈവേസിലും ഒക്കെ നല്ല പറത്തി ഓടിക്കാനുള്ള ലെവലിൽ നമ്മൾ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. ടോട്ടലായിട്ട് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്, ഡീക്രോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1-2 സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സസ്പെൻഷനൊക്കെ നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് കംഫർട്ടും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്റീരിയർ ടോട്ടലായിട്ട് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാണെങ്കിൽ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് 2016 മോഡലിൽ നിന്ന് വലിയൊരു മാറ്റമൊന്നുമില്ല. അതേ ഇന്റീരിയർ ഡിസൈനിങ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ചില സാധനങ്ങൾ അഡീഷണൽ ആഡ് ആയതുണ്ട്. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്ത ലെവലിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഡ്രൈവർ സീറ്റ് ആണെങ്കിലും അതുപോലെ കോ ഡ്രൈവർ സൈഡ് സീറ്റിൽ ആണെങ്കിലും സൈഡിൽ റിങ്കിൾസ് പോലെ സംഭവങ്ങളെല്ലാം പെട്ടെന്ന് വരുന്നുണ്ട്. പുതിയ വണ്ടി എടുക്കുമ്പോഴേ റിങ്കിൾസ് ആയിട്ട് വരുന്നുണ്ട്. ബ്രോ നിങ്ങളുടെ വണ്ടിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടോ എന്നൊക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പനിയിൽ നിന്ന് വരുമ്പോഴേ അങ്ങനെയാണ് വരുന്നത്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി കുറവൊന്നല്ല, ആ ഒരു ഡിസൈൻ അങ്ങനെയാണ് വരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡോർ പാഡ്സിന് മുകളിലൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക്സ് ആണ് നമുക്ക് കയറി വന്നിട്ടുള്ളത്. അതൊക്കെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡോർ പാഡിന്റെ അവിടെ നമുക്ക് വാട്ടർ ബോട്ടിലിന് വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമ്മൾ അതിന് വെള്ളം എടുക്കുന്ന സമയത്തൊക്കെ ഹാൻഡിലിന്റെ മുകളിലൊക്കെ ഒരുപാട് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് അത് അത്രയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതൊക്കെ ഒന്നുകൂടിയും ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. സീറ്റിംഗ് കംഫർട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെയാണ് ഉള്ളത്. നമുക്ക് എത്ര ദൂരം ആണെങ്കിലും ഡ്രൈവറിനും കോ ഡ്രൈവറിനും ബാക്കിയുള്ള എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനുള്ള അത്രയും സ്പേസ് ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഡ്രൈവറിനും കോ ഡ്രൈവർ സൈഡ് സീറ്റിലും നമുക്ക് കൂളിംഗ് ഫംഗ്ഷൻ വരുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 185 സെന്റിമീറ്റർ ആണ്. ഒരു 200, 300, 400, 500 കിലോമീറ്റർ ഒക്കെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് തേർഡ് റോയിൽ ഇരുന്നിട്ട്. എന്നിട്ട് പോലും നമുക്ക് അത്ര വലിയൊരു ഡിസ്കംഫർട്ടായിട്ടോ ഒന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. പുറത്തേക്കാണെങ്കിൽ അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്. സീറ്റ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന പോലെയാണ്. ഏറ്റവും ബാക്കിലിരിക്കുന്ന ആൾക്ക് പോലും ഏറ്റവും ഫ്രണ്ടിലത്തെ, അതായത് നമ്മുടെ വിൻഷീൽഡ് വഴി മുന്നിലേക്കുള്ള കാഴ്ചകൾ കാണാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കാരണമാണ് നമുക്ക് ലോങ് ഡ്രൈവിലൊക്കെ നമുക്ക് തേർഡ് റോയിൽ പോലും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നത്. ലെഗ് റൂം ആണെങ്കിലും ഹെഡ് റൂം ആണെങ്കിലും കംഫർട്ടബിൾ തന്നെയാണ്. വലിയ അത്ര ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടൊന്നും വന്നിട്ടില്ല. സ്റ്റോറേജിന്റെ കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ ഒരുപാട് ഈ വാഹനത്തിൽ പോയിട്ടുണ്ട്. ഇപ്പോഴും ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ്. ഇതിൽ മെമ്മറി ഫംഗ്ഷൻ ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ തന്നെയാണ്. നമുക്ക് ഇതുവരെ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. ബൂട്ട് സ്പേസ് പറയുന്നത് 296 ലിറ്ററാണ് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാ റോയിലും ആൾക്കാരുണ്ടെങ്കിൽ ഉള്ളൊരു ബൂട്ട് സ്പേസ് ആണ് ഞാൻ പറയുന്നത്. കുഴപ്പമില്ലാത്ത ഒരു ബൂട്ട് സ്പേസ് ആണ് എന്നേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. കൂടുതൽ ലഗേജ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സീറ്റുകളെല്ലാം നമുക്ക് ഫോൾഡ് ചെയ്യാം. നമുക്ക് വെറും ഡ്രൈവറും കോ ഡ്രൈവറും മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ സീറ്റൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വേണം നമ്മളിവിടെ ഈ സീറ്റിനെ വെക്കാനായിട്ട്. ഇത് നമ്മൾ ഫ്ലോറിൽ ഫ്ലാറ്റായിട്ട് നമുക്ക് വെക്കാനുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കൂടിയും കൂടുതൽ സാധനങ്ങൾ ഇതിൽ നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. കാരണം ഈ ഒരു ഏരിയ കുറയും. ഇവിടെ ഇത്രയും സ്പേസ് നമുക്കിവിടെ വേസ്റ്റായി. ഇവിടെയുള്ള ഈ ഒരു ഏരിയ നമുക്ക് കുറയും. നമുക്ക് എല്ലാ ഡോർ പാഡ്സിലും നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 1 ലിറ്ററിൽ മേലുള്ള ബോട്ടിൽസ് നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തേർഡ് റോല്, അതായത് ഈ ഒരു റോല് പോലും നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 2 ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് തൊട്ട് മേലുള്ള സ്റ്റോറേജ് ആയിട്ട് വരുന്നുണ്ട് ഫ്രണ്ട് ഡാഷ്ബോർഡിൽ. ഇതിൽ ഫീച്ചേഴ്സിനെയും അതുപോലെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാറുണ്ട്. ഇതാണ് ഇതിൽ വരുന്നത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. സ്റ്റോക്ക് ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഈ വരുന്നത്. 8 ഇഞ്ചാണ് ഇതിന്റെ ടച്ച് സ്ക്രീൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബട്ടൺസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ 2 റോട്ടറി നോബും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് നാവിഗേഷൻ അവൈലബിൾ ആയിട്ടില്ല. പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നെറ്റ് കഴിഞ്ഞാൽ
കഴിഞ്ഞു. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ രണ്ടും വെച്ചിട്ട് വേണം നമ്മൾക്ക് പോകാനുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. വലിയ കാര്യത്തക്കമായിട്ടുള്ള ഒരു ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നും ഇത് വരുന്നില്ല. നമുക്ക് JBLന്റെ പ്രീമിയം 11 സ്പീക്കേഴ്സ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അത് ആ ഒരു അഡ്വർടൈസ്മെന്റിലാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല സൗണ്ട് എഫക്റ്റ് ആണ്. റിയറിലും ഓക്കെ എന്ന് പറയാം. തേർഡ് റോയിലേക്ക് വരുന്ന സമയത്ത് ഒരു സൗണ്ട് ഒന്നും അത്രയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലിരിക്കുന്ന 2 ആൾക്കാർക്ക് ഭയങ്കര സൗണ്ട് ആയിരിക്കും പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ. സെക്കൻഡ് റോയിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. തേർഡ് റോയിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് തീരെ സൗണ്ട് കേൾക്കില്ല. അവർ സൗണ്ട് കൂട്ടും എന്ന് പറയുന്ന സമയത്ത് ഈ ഫ്രണ്ടിലിരിക്കുന്ന 2 പേർക്ക് റെഡിക്ക് ദേഷ്യം വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സൗണ്ട് കൂടുതലാണ്, അവർക്ക് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇത്ര നല്ലൊരു മ്യൂസിക് സിസ്റ്റം ആയിട്ട് തോന്നിയിട്ടില്ല. അതിന്റെ പേരിൽ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്കൊരു ഡിജിറ്റലും അനലോഗും കോംബോ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് ഈ വാഹനത്തിൽ കണക്റ്റഡ് കാർ ടെക്നോളജി വരുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ കൂടുതൽ ആൾക്കാർക്കും അറിയില്ല. ചില ഷോറൂമുകാർ പോലും നമുക്ക് കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറയേണ്ടതായിട്ടുള്ളത്. കാരറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ ഒക്കെ നമുക്ക് കിട്ടും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ പോലെയാണ്. ഓരോ വർഷത്തേക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജിയോ ഫെൻസിങ് നമുക്ക് ഈ വാഹനത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ഫൈൻ മൈ കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു എമർജൻസി കോളിംഗ് ഫീച്ചർ. ഇപ്പോൾ വാഹനം എങ്ങാനും പെട്ടെന്നൊരു കൊളീഷനോ എന്തെങ്കിലും ഡാമേജുകൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു SOS കോൾ ഫംഗ്ഷൻ പോലെ നമ്മൾ ഓൾറെഡി ഒരു നമ്പർ സെറ്റ് ചെയ്തിരിക്കണം. ആ നമ്പറിലേക്ക് ഓട്ടോമാറ്റിക്കലി കോൾ പോകും. സെറ്റപ്പ് കൂടി നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്താൽ മതി. നമുക്ക് പറ്റുമെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്തുതരാം. പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യാം എന്ന് മാത്രം. നമുക്ക് വയർലെസ് ചാർജർ പോലുള്ള സംഭവങ്ങളൊന്നും ഫോർച്യൂണർ 4-wheel ഡ്രൈവ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. GR സ്പോർട്ടിൽ നമുക്ക് വരുന്നുണ്ട്. ലെജൻഡറുകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം അത് അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചാർജ് കയറാറില്ല. വെച്ചാരും അതൊരു നല്ല സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള ഒരു ഉത്തരം നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും ഞാൻ അതിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണ്. നമ്മൾ എടുക്കുന്ന സമയത്ത് സിംഗിൾ സോൺ ആയിരുന്നു ക്ലൈമറ്റ് കൺട്രോൾ AC ഉണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കൊരു ഫുൾ സ്പെയർ വീൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് വിത്ത് അലോയ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ അത് നമുക്ക് സ്റ്റീൽ റിംസ് ആണ് വരുന്നത്. ചില മോഡലിൽ അത് അലോയ് ആണ് വരുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളുണ്ട്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള നല്ല സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട്. 7 എയർ ബാഗ് വരുന്നുണ്ട്. ABS EBD തുടങ്ങിയ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടൊയോട്ട ഫോർച്യൂണറിന്റെ ആക്സിഡൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ഇതൊരു പുതിയൊരു വണ്ടിയല്ല. ഓൾറെഡി നമ്മുടെ മാർക്കറ്റിലുള്ള വണ്ടിയുടെ ജസ്റ്റ് ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ പ്രാക്ടിക്കാലിറ്റി അതുപോലെ യൂസബിലിറ്റി നമ്മൾ നോക്കാന്ന് വെച്ചാൽ, ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാൾക്കാണ് ഈ ഒരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഹൈവേയിലാണ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ, നല്ലൊരു തീരുമാനമായിരിക്കും. നേരെ മറിച്ച് ഇതേപോലുള്ള ചെറിയ റോഡുകളിലൊക്കെയാണ് അല്ലെങ്കിൽ സിറ്റീസിലൊക്കെയാണ് ഇതേപോലെ ഒരു വണ്ടി നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും വലിയ വണ്ടിയാണ്, പാർക്കിംഗ് ബുദ്ധിമുട്ടാണ്. പാർക്കിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത്രയും വലിയൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നമ്മൾ കണ്ടുപിടിക്കണം. ഫാമിലി ബയേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1-2 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫർ ആയിരിക്കും. അതിനെ നിങ്ങളൊന്ന് സോഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു സ്റ്റെബിലിറ്റി കിറ്റ് എന്തെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം വണ്ടിക്ക് ഇത്തിരി ബോഡി റോൾ ഉണ്ട്. സ്റ്റെബിലിറ്റി കിറ്റ് എന്തെങ്കിലും ആഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. ഇനി അങ്ങനെ നമ്മൾ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ 40,000 വരെയുള്ള സർവീസ് മെയിൻ്റനൻസിനെ പറ്റി ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മേലുള്ള IACM രസീത് കിട്ടും. നമ്മൾ 40 കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ 50,000 സർവീസാണ്. 50,000 നമുക്ക് സർവീസ് കോസ്റ്റ് നമുക്ക് ഏകദേശം 12,779 രൂപയാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈപ്പറിൻ്റെ റബ്ബർ അത് മാറേണ്ടതായിട്ട് വന്നു. ആ ഒരു കോസ്റ്റ് ഇതിലൂടെ കയറി വന്നിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു 1000 ചില്ലർ രൂപയോട്ടെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. 60,000 സർവീസ് വന്ന സമയത്ത് നമുക്ക് ഏകദേശം 15,569 രൂപ ആ റേഞ്ചിലാണ് നമുക്ക് കോസ്റ്റ് വന്നത്. പിന്നെ നമുക്ക് 65,000 പിന്നെ നമ്മുടെ റിയർ ബ്രേക്ക് പാഡ് നമ്മൾ ചേഞ്ച് ചെയ്യാണ് ചെയ്തത്. അതിന് ഏകദേശം 6,947 രൂപയാണ് കോസ്റ്റ് വന്നത്, ലേബർ ചാർജ് ഇൻക്ലൂഡഡ് കേട്ടോ. എൻഡവർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് പാഡിന്, അതായത് റിയർ ബ്രേക്ക് പാഡ്സിന് നിങ്ങൾക്ക് എത്ര കോസ്റ്റ് വരുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യായിരുന്നു പാർട്സിന്റെ റേറ്റ് വെച്ചിട്ട് കേട്ടോ. 70,000 സർവീസ് കോസ്റ്റ്, ലേബർ ചാർജ് നമുക്ക് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 5,800 രൂപയായിട്ടാണ് വന്നത്. 8,000 ചില്ലർ രൂപയാണ് നമുക്ക് പാർട്സിന് വന്ന കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലേബർ ചാർജ് കുറച്ച് കൂടുതലാണ്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരൊറ്റ കാര്യം പറയാം. നമ്മൾ ഈ വാഹനം മേടിക്കുന്ന സമയത്ത് ഇതിന് 49,50,000 രൂപ സംതിങ് എന്തോ റേഞ്ചിലാണ് ഉണ്ടായിരുന്നത്.
40,000 ഇതിന്റെ ഒരു സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, അതായത് 3 വർഷം ഈ ഒരു വാഹനം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസിനെ പറ്റി നമ്മളൊരു യൂസർ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്ന ആ വീഡിയോയിലുണ്ട് 52 ലക്ഷം രൂപയായിരുന്നു അന്നത്തെ അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ഈ ഒരു മോഡലിന്റെ കോസ്റ്റ്. എന്നാൽ ഇപ്പോ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോഡലിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 54.5 ലക്ഷം രൂപയാണ്. അപ്പൊ അത്ര വാല്യൂ, അതായത് ഈ ഒരു മോഡലിന്റെ വില കൂടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വാഹനം ഇപ്പോൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം എടുത്ത വിലയുടെ ഒരു 1-2 ലക്ഷം രൂപ കുറഞ്ഞിട്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വാല്യൂ ഫോർ മണിയാണ്, പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്കൊരു ഓഫ് റോഡ് പർപ്പസിന് പറ്റുന്നത് പോലെയുള്ള, മഴവെള്ളം വരുമ്പോൾ അതിനുള്ളിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന പോലെയുള്ള ഒരു വാഹനമാണ് നമ്മൾ നോക്കിയിരുന്നത്. നമ്മുടെ പർപ്പസിന് മീറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഒരു വാഹനം തന്നെയാണ് ഫോർച്യൂണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വാഹനം ചൂസ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഫോർച്യൂണർ യൂസ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വൺ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ, ഒരു ചെറിയ ഫാമിലിയാണ്. ആ ഫാമിലി നിങ്ങൾക്ക് മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യും. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ്, ബി ബ്ലെസ്ഡ്, ബൈ. We'll be right back.